അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ടാസ്ക് തരികയാണ്. ഈ ഒരു സിമ്പിൾ ടാസ്കിൽ വിജയിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തിരക്കഥയെല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അതായത് പല ആൾക്കാരുടെ മനസ്സിൽ നല്ലൊരു കഥയുണ്ട്, ആ കഥയെ അവർ കഷ്ടപ്പെട്ടിട്ട് പല വീഡിയോസും ഒക്കെ കണ്ടിട്ട് നല്ലൊരു തിരക്കഥയാക്കി വെച്ച് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് സിനിമാക്കാരെ ആരെയും അവർക്ക് ജീവിതത്തിൽ പരിചയമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരുടെ കയ്യിലുള്ള ആ ഒരു നല്ല കഥയെ അല്ലെങ്കിൽ ആ ഒരു നല്ല തിരക്കഥയെ എങ്ങനെ സിനിമാക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് സിനിമയാക്കും, പല ആൾക്കാർക്കും ഇതറിയില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അവിടെ സ്റ്റക്കായിട്ട് പിന്നെ മുന്നോട്ടൊന്നും പോകാതെ അവിടെ ആ ഒരു തിരക്കഥ എടുത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ അത് പെട്ടിയിലാക്കി വെക്കാം, അല്ലെങ്കിൽ പിന്നീട് അത് അങ്ങനെ തന്നെ പോകുന്ന സാഹചര്യമുണ്ടല്ലേ. അപ്പോൾ പല ആൾക്കാരും ഇത് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടുമെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന തിരക്കഥ എഴുതുന്ന എത്രത്തോളം പാടാണോ അതിനേക്കാളും പാടാണ് അത് സിനിമയാക്കാനെന്ന്. അത് പാടാണോ എന്ന് ചോദിച്ചാൽ പാടാണ്, എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അത്ര പാടൊന്നുമല്ല. ചെറിയ രീതിയിൽ ഒന്ന് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് 6 കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ആ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു തിരക്കഥ സിനിമ ആകാനുള്ള സാധ്യത എന്ന് വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ ആ ഒരു കറക്റ്റ് പാത്തിലൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതൊക്കെ പറയാൻ നേരം കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടാവാം, ഇവൻ ആരാടാ ഇതൊക്കെ പറയാനായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇവൻ ഇതൊക്കെ അങ്ങ് ചെയ്ത് സിനിമയാക്കി കാണിച്ചാൽ പോരെയെന്ന്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതായത് ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണും പൂട്ടി അങ്ങ് വിഴുങ്ങാതെ ഇങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങളല്ല. പകരം എനിക്ക് പേഴ്സണലി വ്യക്തമായിട്ട് അറിയാവുന്ന 1, 2, 3 സിനിമകൾ ചെയ്ത ഡയറക്ടേഴ്സ് അവർ ഓൾറെഡി ഫോളോ ചെയ്തു വന്നിരുന്നൊരു മെത്തേഡാണ്. ഇന്നും പുതിയതായിട്ട് കയറാനായിട്ട് ശ്രമിക്കുന്ന പല സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല ഡയറക്ടേഴ്സും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു പറയുന്നു, ഞാനും കുറേയധികം നാളുകളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പം ഈ ഒരു 6 കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് പ്രോപ്പറായിട്ടുള്ള വേ എന്നും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരുന്നു. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് കൂടി പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. ഞാൻ അമലക്ഷി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് തിരക്കഥ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. അടുത്തതിനി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ആ ഒരു തിരക്കഥ നിങ്ങൾ പ്രോപ്പറായിട്ട് കോപ്പി റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് കോപ്പി റൈറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ കണ്ടൻറ്റ് മറ്റാരെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അവരെ സിമ്പിളായിട്ട് തടയാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് കോപ്പി റൈറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേയധികം മെത്തേഡിലൂടെ നമുക്ക് കോപ്പി റൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ മെത്തേഡൊന്നും എല്ലാവരും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും മിനിമം 2 മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കോമൺ മാൻസ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ തിരക്കഥ ഇങ്ങോട്ട് നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു 3, 4 കോപ്പികൾ എടുക്കുക. കോപ്പികൾ എടുത്തിട്ട് ഇത് നിങ്ങളുടെ തന്നെ അഡ്രസ്സിലേക്കും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഗസറ്റഡ് ഓഫീസേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാരുടെ അഡ്രസ്സിലേക്കും നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് പോസ്റ്റിൽ അയക്കുക. എന്നിട്ട് അവരെ വിളിച്ച് പറയുക ഇത് കോപ്പി റൈറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള സാധനമാണെന്നും പൊട്ടിക്കരുതെന്നും പ്രത്യേകം പറയുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആരുടെയൊക്കെ പേരിലാണ് അയച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും പൊട്ടിക്കാത്ത കോപ്പി ഇരിപ്പുണ്ട്, അതേപോലെ ഈ പറഞ്ഞ ഗസറ്റഡ് റാങ്കിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ റിലേറ്റീവ്സോ ബന്ധുക്കളോ ആയിട്ടുള്ള ആൾക്കാരുടെ പേരിലും ഈ പറയുന്ന സാധനം ഇരിപ്പുണ്ട്. ഇനി നാളെ നിങ്ങൾ പല പ്രൊഡക്ഷൻ കമ്പനികളും പലരോടും കഥ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ ഇത് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കോടതി തെളിവ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു കവറിലെ ആ കോപ്പി അത് നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്നതാണ്. അന്നേരം കോടതി അത് പൊട്ടിക്കും. അങ്ങനെ കോടതി അത് പൊട്ടിച്ച് വായിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്തെ കണ്ടൻറ്റ് മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതായിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് കോമൺ മാൻസ് കോപ്പിറൈറ്റ് ആണ്. ഇതിന് വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ചെയ്യുന്ന രീതി, അതായത് ഇന്ന ദിവസം നിങ്ങളുടെ കയ്യിൽ ഈ തിരക്കഥ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ നവംബർ 25-ാം തീയതിയാണ് പോയിട്ട് ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ അത് അയച്ചതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ ഈ തിരക്കഥ ഉണ്ടെന്നുള്ളതിന് മാത്രമേ അത് തെളിവാവുന്നുള്ളൂ. എന്നാൽ ഈ തിരക്കഥ നിങ്ങളാണ് എഴുതിയെന്ന് യാതൊരു തെളിവില്ല. നിങ്ങളാണ് അതിൻ്റെ ഓദർ എന്നുള്ളത്. മറ്റാരെങ്കിലും തിരക്കഥ നിങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾ 25-ാം തീയതി രജിസ്റ്റർ ചെയ്താലും മതിയല്ലോ. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങളാണ് ആ തിരക്കഥ എഴുതിയെന്നുള്ളത് പ്രൂവ് ചെയ്യണമല്ലേ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് copyright.gov.in എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇത് ഗവൺമെൻറ്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോപ്പിറൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതിൽ പോയിക്കൊണ്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിലുള്ള ആ ഒരു തിരക്കഥ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അതിൻ്റെ ആ ഒരു ഫിസിക്കൽ കോപ്പിയും കൂടെ, ഹാർഡ് കോപ്പിയും കൂടെ നിങ്ങൾ അവരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 1-2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു തിരക്കഥ നിങ്ങളുടെ പേരിൽ, നിങ്ങളാണ് ഓതർ എന്നുള്ള പേരിൽ രജിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പിറൈറ്റ് സർട്ടിഫിക്കറ്റ് മെയിലിൽ വരുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു കോപ്പിറൈറ്റ് രജിസ്ട്രാർ നിങ്ങളാണ് ഈ തിരക്കഥ എഴുതിയെന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരുന്ന ഗവൺമെൻറ് രേഖയാണ്. അത് ശരിക്കും വാലിഡാണ്. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ തിരക്കഥ കോപ്പിറൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ പേരിൽ തന്നെ ലീഗലി രജിസ്റ്റർ ആവുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് റൈറ്റേഴ്സ് അസോസിയേഷൻ വഴി പല രീതിയിലൊക്കെ തിരക്കഥ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ 2 രീതി നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു പിച്ച് ഡെക്ക് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അതായത് എന്താണ് പിച്ച് ഡെക്ക് എന്നും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പോയി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, പല ആൾക്കാർക്കുമുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പലരും ചിന്തിക്കുന്നത് തുടക്കക്കാർക്ക് മാത്രം മതി പിച്ച് ഡെക്ക് എന്നുള്ള പരിപാടി. 1-2 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിച്ച് ഡെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ പോയി കഥ പറഞ്ഞാൽ മതി, സിനിമ ഓണാകുമെന്നാണ് പല ആൾക്കാരും ധരിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേട്ടോ, വളരെ സീനിയർ ആയിട്ടുള്ള പല ഡയറക്ടേഴ്സും പിച്ച് ഡെക്ക് തയ്യാറാക്കിയിട്ട് തന്നെയാണ് അവരുടെ സിനിമ പ്രോപ്പറായിട്ട് ഓണാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനും പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്, തുടക്കക്കാർ മാത്രം ഇത് ചെയ്യുന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ അടുത്ത് ഞാനൊരു ഡയറക്ടർക്ക്, വളരെ സീനിയർ ആയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഡയറക്ടർക്ക് ഞാൻ ഒരു പിച്ച് ഡെക്ക് ചെയ്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനും മനസ്സിലാക്കുന്നത്, നോക്കാം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്ക് പോലും, ഇത്രയധികം സിനിമ ചെയ്തിട്ടുണ്ട്, ഇത്ര അധികം ആൾക്കാരുമായിട്ട് ബന്ധമുള്ളൊരു മനുഷ്യന് പോലും ആ ഒരു പടത്തിൻ്റെ അടുത്ത പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പിച്ച് ഡെക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിച്ച് ഡെക്ക് എന്ന് പറയുന്നത് തുടക്കക്കാരും ചെയ്യുന്നതാണ്, ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരും, ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ള ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പൈലറ്റ് ഫിലിം എന്ന് പറയുന്നത്. പിച്ച് ഡെക്ക് എങ്ങനെയാണോ ഒരു പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് കാണിച്ച് ഇംപ്രസ് ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ചുകൂടി അടുത്തൊരു അഡ്വാൻസ് സ്റ്റെപ്പാണ് ഈ പറയുന്നത് പൈലറ്റ് ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ പൈലറ്റ് ഫിലിം ചെയ്യുന്നതിന് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും ചെയ്യാറില്ല. എന്നാൽ ഓൾറെഡി ക്യാഷ് ഉള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉള്ള പല ആൾക്കാരും ഇത് ചെയ്യാറുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് 1-2 ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് എന്താണ് ആ മൂടെന്നുള്ളത്, ആ സിനിമ എങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ 2-3 മിനിറ്റിൽ ചെയ്ത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയുന്ന പൈലറ്റ് ഫിലിം എന്ന് പറയുന്നത്. പണ്ട് നല്ലൊരു പൈലറ്റ് ഫിലിം ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ കോസ്റ്റ് ആകുമായിരുന്നെങ്കിൽ ഇന്ന് AI വന്ന ഈ ഒരു കാലത്ത് നമുക്ക് വളരെ ചെറിയ കോസ്റ്റിൽ നല്ലൊരു പൈലറ്റ് ഫിലിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈലറ്റ് ഫിലിമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മെയിൽ ID യിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മളൊരു സ്ക്രീൻ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് നടത്താറുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഈ തവണത്തെ വർക്ക്ഷോപ്പ് നമ്മളിതാ ഈ മാസം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഒരു 3 ദിവസത്തെ ഓൺലൈൻ വർക്ക്ഷോപ്പ് ആയിരിക്കും. ആദ്യത്തെ ദിവസം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചും, രണ്ടാമത്തെ ദിവസം ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും, മൂന്നാമത്തെ ദിവസം ഫിലിം ഡയറക്ഷനെ കുറിച്ചും ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നല്ല കഥയെ പ്രോപ്പർ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് എങ്ങനെ ഈ പറയുന്ന പ്രൊഡക്ഷൻ കമ്പനികളിലേക്ക് പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പിച്ച് ഡെക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പൈലറ്റ് ഫിലിം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ദിവസം നിങ്ങളെ ഫിലിം ഡയറക്ഷൻ പഠിപ്പിക്കുന്നത് ഞാനായിരിക്കില്ല, തുണ്ട് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള റിയാസ് ഷെരീഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡയറക്ഷൻ ക്ലാസ്സുകൾ, അതായത് നിങ്ങൾ ഈ തയ്യാറാക്കിയ കംപ്ലീറ്റ് ആക്കിയ സ്ക്രീൻ പ്ലേ എങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പിച്ച് ചെയ്ത് എങ്ങനെ അത് സിനിമ ഓണാക്കി മാറ്റാമെന്നുള്ളതും റിയാസിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെ 2-3 ദിവസം പഠിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് വിടുകയല്ല, പകരം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല സംശയങ്ങൾ വരാം, പല തടസ്സങ്ങൾ വരാം, പല ടെൻഷൻസ് വരാം. ഈ സമയത്തൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 വർഷത്തെ വാട്സപ്പ് സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് എന്നോട് ഡൗട്ട്സ് ചോദിക്കാനോ അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ ചോദിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്കറിയാം നമ്മുടെ വ്യൂവേഴ്സിൽ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ആണുള്ളതെന്ന്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരമൊരു വർക്ക്ഷോപ്പിൽ പൈസ ഒന്ന് ജോയിൻ ചെയ്യാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവർക്കില്ലായിരിക്കും. ഇനി വീട്ടുകാരോട് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലോ, സിനിമ ആയതുകൊണ്ട് വീട്ടുകാരും പൈസ തരാനായിട്ട് പോകുന്നില്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ശരിക്കും അങ്ങനെ ഒരു പാഷനേറ്റായിട്ടുള്ള റൈറ്റർ നമ്മുടെ ചാനൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാൾ, അത്ര പാഷനായിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ട് സിനിമയിൽ കയറാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹം പൈസ ഇല്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നടക്കാതെ പോകരുത്.
അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ടാസ്ക് തരികയാണ്. ഈ ഒരു സിമ്പിൾ ടാസ്കിൽ വിജയിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിനൊപ്പം തന്നെ എൻ്റെ ഒരു വർഷത്തെ വാട്സപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ശരിക്കും എന്താണ് ആ സിമ്പിൾ ടാസ്ക് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളൊരു പ്രോപ്പർ വൺ ലൈൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി കോപ്പിറൈറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ ആ ഒരു പിസ്റ്റൊക്കെ തയ്യാറാക്കി, നിങ്ങളെ പൈലറ്റ് ഫിലിം തയ്യാറാക്കി, അടുത്ത് ഇതെല്ലാം തയ്യാറാക്കി വെച്ചെങ്കിലും നിങ്ങൾ ഇനി അടുത്ത ഒരാളുടെ മുമ്പിൽ പോയിട്ട് കഥ പറയാൻ പോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് മുഴുവൻ കഥയും പറയാനുള്ള അവസരമൊന്നും ആയിരിക്കില്ല അവർ തരുന്നത്. അവർ തരുന്നത് 30 സെക്കൻഡോ 1 മിനിറ്റോ മാത്രമായിരിക്കും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കഥ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പല ആൾക്കാരും വൺ ലൈൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വൺ ലൈൻ ഇല്ലേ, അതിന് ഇത്ര എന്താ പറയുക, ചെറിയ രീതിയിലൊന്ന് കഥ പറയാമെന്നാണ് പലരും ചിന്തിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കിട്ടുന്ന ഒരു ചെറിയ 1 മിനിറ്റില്ലേ, ഈ 1 മിനിറ്റാണ് നിങ്ങളുടെ സിനിമ ഓൺ ആവണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് പല ആൾക്കാർക്കും നല്ല കഥയുണ്ടാകും, പക്ഷേ ഒറ്റ മിനിറ്റിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ലൈൻ അത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 4 വീഡിയോ ഓൺലൈനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 വീഡിയോസ് നിങ്ങൾ പോയി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് വൺ ലൈൻ, അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ സിമ്പിൾ ടാസ്ക് ഇതാണ്. അതായത് നരസിംഹം സിനിമ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഷാജി കൈലാസിൻ്റെ. ആ സിനിമയുടെ വൺ ലൈൻ പ്രോപ്പറായിട്ട് എൻഗേജിങ് ആയിട്ട് ഈ പറയുന്ന വൺ ലൈൻ്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എൻഗേജിങ് ആയിട്ട് അതിൻ്റെ കോർ ഇമോഷൻ ചോരാതെ ഒറ്റ മിനിറ്റിൽ താഴെ വരുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ആ വൺ ലൈൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഇവിടെ കൊടുക്കുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ അയക്കുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് വൺ ലൈൻ അയക്കുന്നത് ആരാണോ അയാൾക്ക് ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, താല്പര്യമുള്ളവർ. കാരണം അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കുറേയധികം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അടുത്ത 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വൺ ലൈൻ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോടോ ആർട്ടിസ്റ്റിനോടോ ആരോടാണെന്ന് വെച്ചാൽ പറഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടു. അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അടുത്ത് തരുന്നത് എന്താണെന്നറിയോ? അതായത് ഒരു 1-2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് തരുന്നതായിരിക്കും നിങ്ങളുടെ ആ ഒരു സിനിമയുടെ മുഴുവൻ കഥയും പറഞ്ഞു കേൾപ്പിക്കാനായിട്ട്. ഈ സമയം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ആ ഒരു കഥ പറയുന്നതെന്നുള്ളൊരു നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു പടത്തിൻ്റെ സീനോടുണ്ടല്ലോ, ആദ്യത്തെ സീനിൽ എന്താണ് സംഭവിക്കുന്നത്, 2ാമത്തെ സീനിൽ എന്താണ് സംഭവിക്കുന്നത്, 3ാമത്തെ സീനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ സീൻ ബൈ സീൻ നിങ്ങൾ കഥ പറയാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു സീൻ ബൈ സീൻ നിങ്ങൾ കഥ പറയുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്ന ആൾക്ക് ഒരു 1.5-2 മണിക്കൂർ എടുത്തിരിക്കാം, എന്നിരുന്നാൽ പോലും അത് കേട്ടിരിക്കുന്ന ആൾക്ക് A to Z എന്താണ് ആ സിനിമയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സീൻ ഓർഡറായിട്ട് കഥ പറയാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സീൻ ഓർഡറിൽ കഥ പറയാൻ പറയുമ്പോൾ ഇത് സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം പല ആൾക്കാരും വിചാരിക്കാം ഞാൻ എഴുതിയ തിരക്കഥയല്ലേ, എനിക്കിത് അറിയാമല്ലോ, പിന്നെ ഇത് വലിയ കാര്യം അല്ലെന്ന് ചിന്തിക്കാം. പക്ഷേ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം അവിടെ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ ഇതൊന്നും മനസ്സിൽ വരണമെന്ന് പോലുമില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. അതായത് സീൻ ഓർഡറിൽ കഥ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കഥ പറയാമെന്ന് പറഞ്ഞത്. ഏറ്റവും നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കുറഞ്ഞത് ഒരു 10 പേരോടെങ്കിലും നിങ്ങൾ സീൻ ഓർഡറിൽ കഥ പറയുക. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് പുള്ളിയോട് പറയാം എനിക്കൊരു 2 മണിക്കൂർ നീ തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരോട് സീൻ ബൈ സീൻ കഥ പറയാം. കഥ പറഞ്ഞു വരുന്ന സമയത്ത് കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും, അത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു 2 മണിക്കൂർ കഥ പറയുന്ന സമയത്ത് അവർക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന കഥ പറച്ചിൽ ബെറ്റർ ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളോടല്ല പറയേണ്ടത്, പല ഏജ് കാറ്റഗറിയിലുള്ള പല ആൾക്കാരോട് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ നിന്നെല്ലാം ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇത്രയധികം ആൾക്കാരോട് കഥ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു കഥ പറയുന്ന ശൈലി ബെറ്ററായി വരുന്നതായിരിക്കും. 2, ഇത്രയും ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കുറേയധികം ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത 6ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ നടന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് നിങ്ങളുടെ തിരക്കഥ മുഴുവൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രോപ്പറായിട്ട് നിങ്ങൾ കോപ്പിറൈറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ നല്ലൊരു പിച്ച് ഡെക്ക് തയ്യാറാക്കി, അതിനുശേഷം നിങ്ങൾ നല്ലൊരു പൈലറ്റ് ഫിലിം AI ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെ നിങ്ങൾ ചെയ്തു. അതിനുശേഷം നിങ്ങൾ പ്രോപ്പറായിട്ടൊരു വൺ ലൈൻ, അതായത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാളെ കാണാനായിട്ട് പോകല്ലേ, ഒരാളെ കാണാനായിട്ട് പോകുന്ന സമയത്ത് അയാളോട് എങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു വൺ ലൈൻ പറയുമെന്നുള്ളത് നിങ്ങൾ തയ്യാറാക്കി സെറ്റാക്കി വെച്ചു. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ 10 ആൾക്കാരോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞിട്ട് ആ ഒരു പ്രോപ്പർ സീൻ ഓർഡർ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയില്ലേ? അതായത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണോ പ്രധാനമായിട്ട് വേണ്ട ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൈ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ
കഥ പറയാനായിട്ട് വെൽ പ്രിപ്പയർഡായി കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എവിടെ പോയി ആരോട് പറയണം? ഇതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങളിനി മനസ്സിലാക്കേണ്ടത് 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം. അതായത് നിങ്ങൾ സിനിമയിൽ ഒരു ബന്ധവും ഇല്ലാത്ത, സിനിമാക്കാരെ ആരെയും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനികളെ സമീപിക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂവും അല്ലാതെയൊക്കെ ആയിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കാണാൻ പറ്റും, തിരക്കഥ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇടുന്നത്. അപ്പോൾ അത്തരം പോസ്റ്റുകൾ ഇടുന്നില്ലെങ്കിൽ പോലും നിങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനികളെ അങ്ങോട്ട് സമീപിക്കുക. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ടല്ലോ, ഫുൾ പ്രാക്ടീസാണ്, നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ അവരെ സമീപിക്കുക. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞേക്കാം, അതായത് ഇപ്പോൾ കഥ എടുക്കുന്നില്ല, ഞങ്ങൾ പിന്നീട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ചിട്ട് പോവുക. അങ്ങനെ നിങ്ങൾ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അപ്പോൾ കുറേ എടുത്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 10-25 എടുത്ത് കോൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 3-4 എടുത്ത് കഥ പറയാനുള്ള അവസരം കിട്ടും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും തന്നെ ഇത്തരത്തിൽ പല പ്രൊഡക്ഷൻ കമ്പനിയിലും പോയി പിച്ച് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അത് പോസിബിളാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ 1-2 എടുത്ത് പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേയധികം മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ തിരക്കഥ എഴുതിയിട്ട് ഇത്രയും ചെയ്തിട്ട് അത് മാത്രമായിട്ടിരിക്കാതെ അടുത്ത തിരക്കഥ എഴുതുക, അതിലും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു 3-4 തിരക്കഥകൾ കംപ്ലീറ്റ് ചെയ്ത് കയ്യിലൊരു പോർട്ട്ഫോളിയോ ആയിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ പോയി ഒരു 1 ലൈൻ പറഞ്ഞു, അവർ കഥ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു, നിങ്ങൾ ആ കഥ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇൻ കേസ് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്തൊരു പിക്ചറൊക്കെ എടുത്ത് കാണിക്കാനും അല്ലെങ്കിൽ അടുത്തൊരു പൈലറ്റ് ഫിലിം എടുത്ത് കാണിക്കാനും അടുത്തൊരു 1 ലൈൻ പറയാനുള്ള അവസരം കിട്ടുകയാണ്. കാരണം എപ്പോഴും നമുക്ക് ഒരു അവസരം കിട്ടത്തില്ല. അപ്പോൾ ഒരു അവസരം കിട്ടുന്ന സമയത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ സിനിമയിൽ ബന്ധങ്ങളില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഡയറക്റ്റ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ നേരിട്ട് അറിയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ നേരിട്ട് അറിയാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ നേരിട്ട് അറിയാമെന്നുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രൊഡക്ഷൻ കമ്പനി ത്രൂ പോകാതെ ഈ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾ ത്രൂവും പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒരു ഡയറക്ടറിനെ പരിചയമുണ്ടെങ്കിൽ ഈ ഡയറക്ടറുടെ അടുത്ത് ഈ പറഞ്ഞ പിസ്റ്റൊക്കെ പൈലറ്റ് ഫിലിമും എല്ലാം കാണിച്ചിട്ട് ഇതേപോലെ 1 ലൈൻ പറഞ്ഞിട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബന്ധങ്ങളുണ്ട് എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രം സിനിമ ഓൺ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ നോക്കാനാണെങ്കിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന 1000-കണക്കിന് ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ബന്ധങ്ങളുണ്ടാവും. പക്ഷേ ആ ഒരു ബന്ധങ്ങൾ മാത്രമല്ല ഒരു സിനിമ ഓണാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഭാഗ്യമുണ്ടാകാം, അല്ലെങ്കിൽ ഒരാളുടെ ടൈം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ കണ്ടൻറ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നതുണ്ടാവും, ബന്ധങ്ങളുണ്ടാവും, എല്ലാ റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗത്തിലൂടെ ഹാർഡ് വർക്ക് ചെയ്യാനും ശ്രമിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇതെന്ന് പറയുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അതായത് ഇന്ന് ചെന്ന് നാളെ ആവുന്ന പരിപാടിയല്ല. കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ആ ഒരു പ്രോപ്പർ ടൈമിൽ ഇത് ഓണായി വരുന്നത്. ഇനി അത് ഓണായി വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ബാക്കപ്പ് പ്ലാൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഒരു ക്ലാരിറ്റി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഓൺ ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും